ഹലോ ഓൾ, ദിസ് ഈസ് അജിൻ. ഇന്നലെ ട്രെയിനിങ് ഇൻസ്ട്രക്ടറിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞാണല്ലോ. എന്തായാലും അതിനെനിക്ക് അറൗണ്ട് 3rd റാങ്ക് കിട്ടി. എന്തായാലും അതിനെക്കുറിച്ച് അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്തത്, എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, എങ്ങനെ എക്സാം സ്ട്രാറ്റജി എന്താണ്. സോ ഞാൻ വിചാരിച്ച് എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ PWD ഇറിഗേഷൻ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എക്സാംസ് ഒക്കെ വരുവാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. സോ നമുക്ക് ഞാൻ എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്തത്, ഞാൻ ഫോളോ ചെയ്ത മെത്തേഡ്സ്, ഇതെല്ലാം ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എക്സാം സ്ട്രാറ്റജിയാണ്. നമുക്ക് എപ്പോഴും ഇപ്പം ഏതൊരു എക്സാമിനെ അപ്രോച്ച് ചെയ്യാനാണെങ്കിൽ നമുക്കൊരു എക്സാം സ്ട്രാറ്റജി വേണം, ഒരു പ്ലാൻ വേണം. അത് എങ്ങനെ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാം. ഈ 3-4 മാസം ലിമിറ്റഡ് ടൈമാണ്. 4 മാസത്തിനുള്ളിൽ എങ്ങനെ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാം, ടോപ്പിലെത്താം. അപ്പോൾ നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വേണം. സ്ട്രാറ്റജിയിൽ നമ്മൾ ഫസ്റ്റ് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ 4 മാസത്തെ എങ്ങനെ നമ്മൾ വിനിയോഗിക്കണമെന്നാണ്. എങ്ങനെ നമ്മൾ ഈ 4 മാസത്തെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. സോ ഫസ്റ്റ് കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ഷോർട്ട് നോട്ട്സ്. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ബേസിക് മെയിനായിട്ട് നമുക്ക് വേണ്ടുന്ന, നമുക്ക് ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒരു ഫസ്റ്റ് ഗ്രേഡ് എക്സാം ആണെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടി നമുക്ക് വേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രോപ്പർലി വർക്കൗട്ട് ചെയ്തിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെപ്പോഴും പ്രൈം ഇമ്പോർട്ടൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് തന്നെ കൊടുക്കണം. ഒരു കാരണവശാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ട് മറ്റ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകരുത്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്നാണ് അറൗണ്ട് 60% ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ മിസ്സായാൽ പോലും അത് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കാം. 1 മാർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് PSCക്ക്. ആ 1 മാർക്കിൽ ഇഷ്ടം പോലെ റാങ്ക് മാറും. അപ്പോൾ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയറിൽ നിന്ന് മിസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതെപ്പോഴും മനസ്സിൽ വേണം. PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്ന ബുക്കിൽ അവൈലബിൾ ആണ്. അവർ ജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പഴയ PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്ത് അതിൻ്റെ സൊല്യൂഷനും ഒരു ബുക്കാക്കി തന്നിരിക്കുന്നു, അത്രേ ഉള്ളൂ. കമ്പൈൽ ചെയ്ത് വെച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല അതിനകത്ത് ഡീറ്റെയിൽ സൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൻസർ ക്വസ്റ്റ്യനും അതിൻ്റെ കീയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലാസ്റ്റ് ഇപ്പം പുതിയ എഡിഷൻ ഇപ്പോൾ 2005 മുതൽ 2020 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ് ഉള്ളതെങ്കിൽ അറൗണ്ട് 100 ക്വസ്റ്റ്യൻ കാണും. നമ്മൾ ആദ്യം 100ാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങുക. 100ാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങിയിട്ട്, ഇതിന് അങ്ങനെ തുടങ്ങാൻ കാരണമെന്ന് വെച്ചാൽ നമുക്ക് ലേറ്റസ്റ്റ് ട്രെൻഡ് വെച്ചിട്ട് പഠിക്കാൻ പറ്റും അന്നേരം. അപ്പം ഇപ്പോൾ അവസാനം ചോദിച്ച ചോദ്യങ്ങളിലൊരു ട്രെൻഡ് പാറ്റേൺ ഇങ്ങനെ മാറി, ചെറിയ ചെറിയ ട്രെൻഡ് വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ നമുക്ക് പുതിയ ക്വസ്റ്റ്യൻ വെച്ച് പഠിക്കുമ്പോൾ അത് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇൻ കേസ് നമുക്ക് മൊത്തം തീർക്കാൻ പറ്റില്ല, അപ്പം ലാസ്റ്റ് ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. അപ്പം അങ്ങ് 2005 അങ്ങോട്ട് പോകുന്ന ക്വസ്റ്റ്യൻസ് അധികം കുറച്ച് മിസ്സായാലും കുഴപ്പമില്ല. ഇൻ കേസ് അതൊരു വേസ്റ്റ് കേസാണ് ഞാൻ പറഞ്ഞത്. ഇൻ കേസ് എക്സാം ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണെങ്കിലാണ് ഞാൻ പറഞ്ഞത്. സോ അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 4 ഓപ്ഷനും നോക്കുക. അതിൻ്റെ ആൻസർ നമ്മൾ തന്നെ, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. നമ്മൾ തന്നെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം ആ ടോപ്പിക്ക് മൊത്തം പഠിക്കണം. എവിടെയാണോ ആ ക്വസ്റ്റ്യൻ ആ ആൻസർ വന്നത്, ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് മൊത്തം നമ്മൾ കവർ ചെയ്യണം. അല്ലാതെ ആ ക്വസ്റ്റ്യൻ മാത്രം കാണാതെ പഠിക്കരുത്. എന്നിട്ട് ബാക്കിയുള്ള ഓപ്ഷനുകളെ കുറിച്ച് കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ഈ ഓപ്ഷൻ, എവിടെ നിന്നാണ് വരുന്നത്, ആ ടോപ്പിക്കും ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കണം. ഈ ഓപ്ഷൻ എവിടെ നിന്നാണ് വരുന്നത്, അതെല്ലാം ഒന്ന് നോക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നത് വഴി നമ്മളൊരു പോർഷൻ, സിലബസിൻ്റെ ഒരു പോർഷനാണ് കവർ ചെയ്യുന്നത്. സോ നമ്മളിതിപ്പോൾ റിവേഴ്സ് എഞ്ചിനീയറിംഗാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രാറ്റജിക്കലി പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ കണ്ടൻറ്റ് പഠിക്കുകയാണ്, നമ്മൾ സിലബസ് കവർ ചെയ്യുക. അല്ലാതെ ഫുള്ള് കവർ ചെയ്ത് ഒരാൾ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും അത് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല. ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ അങ്ങനെ വേണം അപ്രോച്ച് ചെയ്യാൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് അതിൻ്റെ ഇതിലേക്ക് പോവുക. പിന്നെ സമയം ഉണ്ടെങ്കിൽ മാത്രം, ലിമിറ്റഡ് ടൈമിൽ ക്രാക്ക് ചെയ്യണമെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ ഇത് ഫോളോ ചെയ്യേണ്ടത്. സമയം ഉണ്ടെങ്കിലാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാവും. പ്രീവിയസ് ഇയർ എല്ലാം ചെയ്ത് കഴിഞ്ഞു, പിന്നെ സമയം ഉണ്ടെങ്കിൽ മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നോട്ട്സ് ഫുള്ള് പഠിച്ചിട്ട് പോകേണ്ട കാര്യമുള്ളൂ. കാരണം ഇത് കവർ ചെയ്യാത്ത ഒരാൾ മറ്റേത് ഫുള്ള് പഠിച്ചിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ പഠിച്ച് തീർക്കാൻ പറ്റത്തുമില്ല ഈ ലിമിറ്റഡ് ടൈം കൊണ്ട്. സോ അത് നോട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം ഷോർട്ട് നോട്ട്സ്. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ആൻസർ കണ്ടുപിടിച്ച് പഠിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ എടുക്കുക. ഈ ക്വസ്റ്റ്യൻ വളരെ ചെറുതായിട്ട് ഒരു പേജിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിനകത്ത്
ഈ ക്വസ്റ്റിനെ ഒരു പോയിൻ്റ് ആയിട്ട് എഴുതുക, അതിൻ്റെ ആൻസറും എഴുതുക. ഈ ക്വസ്റ്റ്യൻ അല്ലാതെ ഒരു പോയിൻ്റ് ആക്കി അങ്ങ് എഴുതുക. ഇന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്താണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു പോയിൻ്റ് ഒക്കെ ആക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അതിനങ്ങ് പോയിൻ്റ് ആക്കുക. അങ്ങനെയാണ് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇത് അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ്റെയും ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. എനിക്ക് തന്നെ അറൗണ്ട് ഒരു ഫുൾ ബുക്ക് എൻ്റെ തീർന്നു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത്. മീൻസ് അത് ഒരു പേപ്പറിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ചെറിയ പോയിൻ്റായിട്ട് എഴുതിയിട്ടാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ പറയാം, പിന്നീട് റിവിഷൻ വരുമ്പോൾ ഞാൻ അത് പറയാം, ഈ ഷോർട്ട് നോട്ട്സിൻ്റെ അഡ്വാൻറ്റേജ്. സോ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഹാർഡ് വർക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇതിനൊരു ഷോർട്ട് കട്ടൊന്നുമില്ല. വർക്ക് ചെയ്യാതെ റിസൾട്ട് കിട്ടില്ല. വർക്ക് ചെയ്യാതെ ഒരാൾക്കൊരു റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ ആരെങ്കിലും നിങ്ങളടുത്ത് പറയുന്നുണ്ടെങ്കിൽ അയാൾ എന്തോ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ ചിലർ പറയുകയാണ് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല അല്ലാതെ എനിക്ക് മാർക്ക് കിട്ടുകയാണ്, സിമ്പിളായിട്ട്. ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ സ്റ്റേ അവേ ഫ്രം സച്ച് പീപ്പിൾ. ഒന്നുകിൽ അവർ നിങ്ങളെ വേറെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അല്ലെ നിങ്ങൾ അവരുടെ അത്ര എത്തരുത് എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുക പരമാവധി. ഒരു കാരണവശാലും ആരും ഹാർഡ് വർക്ക് ചെയ്യാതെ ആർക്കും റിസൾട്ട് കിട്ടില്ല. സോ അടുത്തതെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ഒരു ഡോർവേ ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്യാനുള്ള കീ ആണ് കൺസിസ്റ്റൻസി. ദ കീ ടു സക്സസ്. കൺസിസ്റ്റൻസി എന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. സോ കൺസിസ്റ്റൻസി അത് വരുന്നത് അലോക്കേറ്റ് യുവർ ടൈം പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യണം. ഒരു ദിവസം പഠിച്ചു പിറ്റേ ദിവസം പഠിക്കാതിരിക്കുക, ഒരു ദിവസം പഠിച്ചു പിന്നെയും പഠിക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ ഇൻകൺസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇനി എക്സാമിന് 4 മാസമാണുള്ളതെങ്കിൽ നമ്മൾ ടൈം പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യുക. ഈ ഒരു സബ്ജക്റ്റ് പഠിച്ച് തീർക്കാൻ ഇപ്പം ഞാൻ ഫോളോ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 100 ഡേയ്സിൽ എനിക്ക് 100 ക്വസ്റ്റ്യൻസ് തീർക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ 100 ഡേയ്സായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു എൻ്റെ ടൈമിനെ. അപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു ക്വസ്റ്റ്യൻ തീർത്തില്ലെങ്കിൽ എനിക്ക് ഈ 100 ഡേയ്സിൽ ഇത് കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഏതെങ്കിലും ഒരു ദിവസം ഞാൻ എൻ്റേതായ കാരണങ്ങൾ കൊണ്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാതിരുന്നെങ്കിൽ അതെൻ്റെ ലോസാണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ കളയും. പിറ്റേ ദിവസം നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്യുന്നത്. ചെയ്യാതെ പോയ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യില്ല. കാരണം അത് എൻ്റെ ഫോൾട്ട് കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ്. അത് മേക്കപ്പ് ചെയ്യാൻ നമ്മൾ വേറൊരു ദിവസം 2 ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ടൈമിൽ ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തത് റിവിഷനാണ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഒരു 15 ദിവസം മുന്നേ നമ്മൾ പഠിക്കാനുള്ളതും കാര്യങ്ങളും എല്ലാം തീർക്കണമെന്ന്. ആ 15 ഡേയ്സ് എക്സാമിന് 15 ദിവസം മുന്നേ നമ്മൾ വെച്ചിരിക്കണം റിവിഷന് വേണ്ടിയിട്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി എക്സാം. A-level എക്സാമൊക്കെ ആണെങ്കിൽ 20 ഡേയ്സൊക്കെ, ഞാൻ 22-25 ഡേയ്സ് വരെ ഞാൻ റിവിഷൻ ഇട്ടിരുന്നു A എക്സാംസിനൊക്കെ, PWD പോലുള്ള. പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു എക്സാം ഉണ്ട്, ഒരു 15 ഡേയ്സ് ഇടുക ആവറേജ്. ഇത് ഞാൻ ഫോളോ ചെയ്ത ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ചിലപ്പോൾ ഡീമോട്ടിവേറ്റഡ് പോകും. ഇത്രയും നോട്ട് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് മനസ്സ് വരത്തില്ല ഇത്രയും പഠിക്കാനായിട്ട്. നിങ്ങളെപ്പോലെ തന്നെയാണ് എനിക്കും ഞാനും ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റഡ് ആവും. ഒരുപാട് വലിയൊരു നോട്ട്സ് കാണുമ്പോൾ എനിക്ക് പഠിക്കാൻ തോന്നില്ല. അപ്പോൾ ഞാൻ അതിന് ചെയ്ത ഒരു വഴി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മുന്നിൽ ഇനി 15 ദിവസമാണുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും ഈ 15 ദിവസത്തിൽ നിന്ന് 2 ദിവസം മാറ്റി വെക്കും. എക്സാമിൻ്റെ തലേന്നുള്ളതും അതിന് മുന്നേ ഉള്ള ദിവസവും അതിന് മുന്നേ എനിക്ക് തീരണം. എപ്പോഴും നമ്മളൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇട്ട് വേണം പഠിക്കാൻ. ഇത് എപ്പോൾ പഠിച്ചാലും നമ്മളൊരു 2-3 ഡേയ്സ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇടണം. 15 ദിവസത്തിൽ നമ്മൾ ഒരു 13 അല്ലെങ്കിൽ 12 ദിവസം കൊണ്ട് അത് തീർക്കാൻ നോക്കണം. അതിന് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ എഴുതി വെച്ച ഷോർട്ട് നോട്ട്സിനകത്ത് ടോട്ടൽ പേജസ് ഞാൻ കൗണ്ട് ചെയ്യും. ടോട്ടൽ പേജ് കൗണ്ട് ചെയ്തിട്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ എത്ര പേജ് കവർ ചെയ്താൽ എനിക്ക് 12 ദിവസം കൊണ്ട് ഈ ടോട്ടൽ കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. അപ്പോൾ 3 പേപ്പർ അല്ലെങ്കിൽ 5 പേപ്പർ എൻ്റെ ഷോർട്ട് നോട്ടിൽ തീർത്താൽ മാത്രമേ എനിക്ക് 12 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു ദിവസം ഞാൻ 5 പേപ്പർ തന്നെ കവർ ചെയ്യും. ഇൻ കേസ് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല, അത് വീണ്ടും എൻ്റെ തെറ്റാണ്. ഞാനത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ മിസ് ചെയ്തു. ആ ടോപ്പിക്ക് എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ നെക്സ്റ്റ് 5 പേപ്പർ നേരത്തെ കഴിഞ്ഞ ദിവസം തീർക്കേണ്ടത് പെൻഡിങ് ആണ്. അപ്പോൾ അത് ഞാൻ നമുക്ക് മിസ്സായ ദിവസം വീണ്ടും കവർ അപ്പ് ചെയ്യാൻ നോക്കും ഞാൻ. അങ്ങനെ ടൈമിനെ മാനേജ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രോപ്പർ ടൈമിൽ റിവൈസ് ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത പോയിന്റ്, സ്റ്റേ മോട്ടിവേറ്റഡ്. നമ്മളെപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുക. നമ്മുടെ മൈൻഡിൻ്റെ ഹാപ്പിനെസ് ലെവലായിരിക്കും നമ്മൾക്ക് ഇതൊരു 4 മാസം നീണ്ട പ്രോസസ്സാണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസും എല്ലാം തീരും. അപ്പോൾ എപ്പോഴും എല്ലാവർക്കും വരുന്നത് തുടക്കം നമുക്ക് നല്ല ആവേശം കാണും, പിന്നെ അങ്ങോട്ട് നമ്മൾ പതുക്കെ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവും. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തൊക്കെ മെത്തേഡ്സ് മീൻസ് അതിന് യൂസ് ചെയ്യാം അതെല്ലാം യൂസ് ചെയ്യാം. ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് കാണും, വളരെ ബുദ്ധിമുട്ടിൽ കൂടെ പഠിച്ച് കയറി വരുന്ന ഒരുപാട് പേരിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും.
എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഇടുന്ന ഈ എഫേർട്ട് വെർത്താണ്. അത് ഹാർഡ് വർക്ക് പേസ് ഓഫ്. ഫൈനലി ഹാർഡ് വർക്ക് വിൽ ബി പെയ്ഡ് ഓഫ്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. പിന്നെ നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ ചില സ്പീച്ചുകളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ ശ്രമിക്കുക. എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സ്പീച്ചാണ് ഒരു ബോഡി ബിൽഡർ ആർണോൾഡ് ഷ്വാർസ്നെഗറിൻ്റെ ഒരു സ്പീച്ചുണ്ട്, ദ സ്പീച്ച് ദാറ്റ് ബ്രോക്ക് ദ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ് അതിൻ്റെ അങ്ങനെ ടൈറ്റിലാണ് അത് കിടക്കുന്നത്. ആ ഒരു സ്പീച്ച് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു, എന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ അത് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. ഞാനതുകൊണ്ട് ലൂപ്പ് മോഡിലാണ് കേട്ടത്. പലപ്പോഴും ഞാൻ ഡൗൺ ആകുമ്പോൾ ഞാനത് ലൂപ്പിലിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കും. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കൽ വീണ് പോയി കഴിഞ്ഞാൽ അവിടെ വീണ് കിടക്കുന്നവൻ എപ്പോഴും തോറ്റുപോയവരാണ്. വീണു പിന്നെ എഴുന്നേറ്റ് ഓടുക, വീഴുക പിന്നെ എഴുന്നേറ്റ് ഓടുക, അങ്ങനെയുള്ള ഒരാൾ മാത്രമേ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആകത്തുള്ളൂ. നമ്മൾ വീണ് പോയി അവിടെ കിടന്നു കഴിഞ്ഞാൽ തീർന്നു. അതെപ്പോഴും ഓർക്കുക. എത്ര നമ്മളെ ജീവിതം നമ്മളെ എത്ര അടിച്ച് താക്കാൻ നോക്കിയാലും അവിടെ നിന്നൊക്കെ എഴുന്നേൽക്കുക, വീണ്ടും ഓടുക. ചിലപ്പോൾ ഒരു പോയിൻ്റ് കഴിയുമ്പോൾ പലരും, നമ്മളിപ്പം ഒരു വർഷം അല്ല 2 വർഷം നമ്മൾ ട്രൈ ചെയ്തു. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളൊരു പലരും പറയും, എടാ ഇത് വേണോ, ഇത് നിനക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ആലോചിക്കും, ഇനി വേറൊരു പ്ലാൻ നമുക്ക് വേണമല്ലോ ഇത് കിട്ടിയില്ലെങ്കിൽ. അങ്ങനെ ചിന്തിക്കുന്നിടത്ത് നമ്മൾ തോറ്റു. നമുക്കൊരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ച് നിൽക്കുക, സ്റ്റേ ഫോക്കസ്ഡ്. അതിൽ നിന്ന് ഒരു തരി പോലും മാറരുത്, അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുക. അതിപ്പോൾ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഇതിൽ തന്നെ ഉറച്ച് നിൽക്കാൻ ശ്രദ്ധിക്കുക. അതിനാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കണമെന്ന്. നമ്മുടെ മൈൻഡ് എന്ന് വെച്ചാൽ ലൈക്ക് എ ബാറ്ററി. നമ്മുടെ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററിയുടെ ചാർജ് പോലെയാണ്, അത് എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ പോസിറ്റീവ് എനർജി കുറയും. അപ്പോൾ വീണ്ടും നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യണം. ആ ബൂസ്റ്റപ്പ് ചെയ്യാൻ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് മീൻസ് ഉപയോഗിക്കാം. നമുക്കൊരു 1000 റീസൺസ് കാണും ഇത് ഡ്രോപ്പ് ചെയ്യാൻ, നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിന് ഒരു 1000 റീസൺസ് നമ്മൾ കണ്ടെത്തും. പക്ഷേ ഒരു സിംഗിൾ റീസൺ മതി നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് എന്താണ്, നമ്മൾ തന്നെ സ്വയം കണ്ടെത്തണം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം, പുതിയ ശമ്പള പരിഷ്കരണമൊക്കെ വന്നു. ഇപ്പോൾ ഞാനിപ്പോൾ എഴുതിയ ഈ പോസ്റ്റിൻ്റെ സാലറി ബേസിക് പേ 37,700 ആയി. 37,700 ആയി. ഇത് ഇത്രയും വലിയൊരു സാലറി കിട്ടുന്ന ഒരു ജോബാണ്. പണ്ട് പറയായിരുന്നു സാലറി ഭയങ്കര ലോ ആണ്. ഈ ഒരു പരിഷ്കരണം കൂടി വന്നതോടുകൂടി ഭയങ്കരമായിട്ട് സാലറി റൈസായി. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ വേണം. അപ്പം ഈ ഒരു 4-5 മാസം ഒന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ചില സാക്രിഫൈസ് ഒക്കെ മേക്ക് ചെയ്യേണ്ടി വരും. ചില സാക്രിഫൈസ് ഒക്കെ മേക്ക് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റൂ ലൈഫിൽ. ഇപ്പോൾ നമുക്ക് സബ്ജക്ട്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഒരു അവസരമുണ്ട്. അപ്പോൾ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോവുക. ഞാൻ പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ പഠിച്ചു പോകുമ്പം അതിൻ്റേതായ ഡ്രോബാക്സ് അതിനുണ്ട്. നമുക്കൊരിക്കലും ഫുൾ കംപ്ലീറ്റ് നോളജ്, ഒരു സബ്ജക്റ്റിൻ്റെ കംപ്ലീറ്റ് നോളജ് കിട്ടില്ല. പക്ഷേ എക്സാമിന് അതൊരു നമുക്ക് ഒരുവിധം കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എക്സാമിൽ നമ്മൾ ഒരു സക്സസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും ഒരു നല്ലൊരു ഹയർ ലെവലിലേക്ക് നമ്മുടെ സക്സസ് ഉയർത്തണം. ഹയർ റാങ്ക് മേക്കിംഗ് ലെവലിലേക്ക് നമ്മുടെ സക്സസ് ഉയർത്തണമെങ്കിൽ എല്ലാ സബ്ജക്റ്റിനും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കണം. നിങ്ങൾ ഓൾറെഡി സ്റ്റീലും കോൺക്രീറ്റും വാങ്ങിച്ചു കാണും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞങ്ങൾ എത്രത്തോളം ടൈം അതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന്. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ, ഒരു റാങ്ക് മേക്കിംഗ് ലെവലിലേക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ എന്തായാലും നമ്മുടെ കോഴ്സസ് വാങ്ങിക്കുക. LSTD AEയുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും അതിനെക്കുറിച്ചെല്ലാം വേറൊരു വീഡിയോ പിന്നീട് ചെയ്യാം. എന്തായാലും എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇനി വരുന്ന എക്സാംസൊക്കെ വളരെ ക്രൂഷ്യലാണ്. ഇത്രയും ഓപ്പണിങ്സ് ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇനി ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇനിയും കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇനി വരുന്ന കുറച്ച് നാൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു.